ലീഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വർക്ക് ആൻഡ് എനർജി എന്ന ചാപ്റ്ററാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്നുള്ള രണ്ട് ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജി ഏതാണെന്നും അതിൻ്റെ ഫോർമുല എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ മുമ്പത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലാസ് കാണണം. കണ്ടു കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കാണുക, എങ്കിലേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള 3 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് തന്നെ നമ്മൾ എന്തുകൂടെ പഠിക്കും, എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന ഭാഗം കൂടെ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആദ്യത്തെ ചോദ്യമാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. എ മോട്ടോർ സൈക്ലിസ്റ്റ് ഈസ് ട്രാവലിംഗ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ അറ്റ് എ സ്പീഡ് ഓഫ് 10 meter per second. The combined mass of the motorcycle and the passenger is 300 kg. What is the kinetic energy of the motorcycle and the passenger? And what is the kinetic energy if the speed is doubled? എന്ന കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനായിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുകയാണ്, ഒരു മോട്ടോർ സൈക്ലിസ്റ്റ്, അതായത് ഒരാൾ ഒരു ബൈക്കിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മോട്ടോർ സൈക്കിൾ എന്ന് വിചാരിക്കുക. അയാൾ മോട്ടോർ സൈക്കിൾ എന്ത് ചെയ്യാണ്, ഒരു സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിക്കുകയാണ്. അയാൾ സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് വെലോസിറ്റി എടുക്കാമല്ലോ. ആ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 10 meter per second എന്ന വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത്. മാസ് ഓഫ് ദ മോട്ടോർ സൈക്ലിസ്റ്റ് ആൻഡ് ദ പാസഞ്ചർ, ഈ ഇരിക്കുന്ന ആളും ആ ഇരിക്കുന്ന മോട്ടോർ സൈക്കിളും കൂടെ ചേർത്തുണ്ടാക്കുന്ന മാസ് എന്ന് പറയുന്നത് എത്രയാണ്, 300 കിലോഗ്രാം ആണ്. അതായത് ഈ കാണുന്നവൻ ചില്ലറക്കാരനല്ല, അത്യാവശ്യം നല്ലൊരു തടിയനാണ്. ഓക്കെ, എന്നാൽ രണ്ടും കൂടി ചേർത്ത് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ വെയിറ്റ് ഒരു 200 കിലോ ഒക്കെ വരത്തുള്ളൂ. മാക്സിമം നല്ല ബുള്ളറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, മറ്റൊരു ബൈക്കാണെങ്കിൽ. അപ്പോൾ അവൻ ഏതാണ്ട് 100 കിലോ വെയിറ്റ് ഉള്ളവനാണ്. അപ്പോൾ അവൻ്റെ മാസും മോട്ടോർ സൈക്കിളിൻ്റെ മാസും കൂടെ ചേർത്ത് എത്രയാണ്, അത് 300 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കൈനറ്റിക് എനർജി എത്ര എന്നാണ് ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, 12mv² ആണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 12 ഇൻറ്റു മാസ് എത്രയാണ്, 300, മാസ് എത്രയാണ് 300 ഇൻറ്റു വെലോസിറ്റി 10, 10ൻ്റെ സ്ക്വയർ എത്രയാണ്, അത് 100 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാം 2 വെച്ച് 100നെ വെട്ടിയാൽ 50, അപ്പോൾ 50 ഇൻറ്റു 300 നമുക്ക് ഏതാണ്ട് 15,000 എന്തെന്ന് വരും, ജൂൾ എന്ന് വരും. എത്ര വരും, 1530 അല്ലേ. കാരണം 3 ഇൻറ്റു 5 15, 15 കഴിഞ്ഞിട്ട് 30, കറക്റ്റ്. 15,000 ജൂളാണ് നമ്മുടെ കൈനറ്റിക് എനർജി ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എ പാർട്ട് ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. കൈനറ്റിക് എനർജി ഓഫ് ദ പാസഞ്ചർ ആൻഡ് ദ മോട്ടോർ സൈക്കിൾ ഈസ് 15,000 ജൂൾ. ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഇഫ് ദ സ്പീഡ് ഈസ് ഡബിൾഡ് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയാണ് വെൻ ദ സ്പീഡ് ഈസ് ഡബിൾഡ് അല്ലേ. സ്പീഡ് എന്ത് ചെയ്യാണ്, ഇരട്ടിയാവുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ പറയുന്ന സ്പീഡിനെ നമ്മൾ ഇരട്ടിയാക്കുന്നു. സ്പീഡ് എന്ത് ചെയ്യുന്നു, ഇരട്ടിയാക്കുന്നു. അപ്പോൾ സ്പീഡ് ഇരട്ടിയാക്കുക എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന സ്പീഡ് എത്രയാണ്, 10. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്പീഡ് എത്രയാണ്, 10 ഇൻറ്റു 2 അല്ലേ. എത്രയാണ്, 10 ഇൻറ്റു 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇപ്പോഴത്തെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ, എന്ത് ചെയ്താൽ മതി, 12 ഇൻറ്റു m ഇൻറ്റു ഇപ്പോഴത്തെ v² അല്ലേ. എന്ന് വെച്ചാൽ എത്രയായിരിക്കും, 12 ഇൻറ്റു മാസ് എന്ന് പറയുന്നതിന് മാറ്റമില്ല, 300 തന്നെയാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് 2 ഇൻറ്റു 10 എത്രയാണ്, 20ൻ്റെ സ്ക്വയറാകും. അപ്പോൾ നമുക്കറിയാം ഉത്തരം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 12 ഇൻറ്റു 300 ഇൻറ്റു 20ൻ്റെ സ്ക്വയർ എത്ര, 400 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, 60,000 എന്ന് കിട്ടും. എത്ര കിട്ടും, 60,000 ജൂൾ. അതായത് 15ൻ്റെ 4 ഇരട്ടിയാണ് എന്ത്, ഈ പറയുന്ന 60,000 എന്ന് പറയുന്നത് അല്ലെ. 15,000ൻ്റെ 4 ഇരട്ടി നിങ്ങൾക്കറിയാം. നമുക്കറിയാം വെലോസിറ്റി വരുന്ന മാറ്റം അതിൻ്റെ സ്ക്വയർ ടൈംസിലാണ് ഉത്തരത്തിൽ മാറ്റം വരുന്നത്. അതായത് വെലോസിറ്റി ഡബിൾ ആയാൽ ഡബിളിൻ്റെ ഇരട്ടി എത്ര, 4 ടൈംസ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കൈനറ്റിക് എനർജി കൂടും. അതാണ് നമുക്കിവിടെ ഉത്തരമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ആൻ അത്ലീറ്റിൻ്റെ ചോദ്യമാണ് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ആൻ അത്ലീറ്റ് ത്രോസ് എ ബോൾ, ഒരു അത്ലീറ്റ് എന്ത് ചെയ്യുന്നു, ഒരു ബോൾ എറിയുന്നു. ബോളിൻ്റെ മാസ് എന്ന് പറയുന്നത് 6 കിലോഗ്രാം ആണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു സിമ്പിൾ ചോദ്യമാണ് അല്ലേ. കാരണം നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 6 കിലോഗ്രാം ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല. കൈനറ്റിക് എനർജി എന്താണ്, 12mv² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 12 ഇൻറ്റു 6 ഇൻറ്റു 12ൻ്റെ സ്ക്വയർ. 12ൻ്റെ സ്ക്വയർ എത്ര നിങ്ങൾക്കറിയാം. സോ ദ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും,
432 ജൂൾ എന്ന് വരും. എത്ര വരും? 432 ജൂൾ. 12 സ്ക്വയർ എത്ര അറിയാലോ? 144. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. എ ബോൾ ഓഫ് മാസ് 0.5 കിലോഗ്രാം. ഒരു ബോളുണ്ട്, 1/2 കിലോഗ്രാമേ ഉള്ളൂ, ചെറിയ ബോളാണ്. അത് ഈ സെർട്ടൺ ഹൈറ്റ് അബോവ് ദ ഗ്രൗണ്ട്, അത് ഇത്ര ഉയരത്തിരിക്കുകയാണ്. അതായത് ഒരു ബോളുണ്ട്, എന്തുണ്ട്? ഒരു ബോളുണ്ട്, ഇതാണ് ബോൾ. ഓക്കെ, ഇതാണ് എന്ത്? ആ ബോളെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആ ബോള് ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത ഉയരത്തിൽ ഇരിക്കുകയാണ്. ആ പറയുന്ന ബോളിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ്? 98 ജൂളാണ്. എത്രയാണ്? 98 ജൂളാണ് അതിനിപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈറ്റ്? ഓക്കെ, ഈ പറയുന്ന ഉയരം എത്രയെന്നാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത് അല്ലേ? ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. എത്രയാണ്? 98 ജൂളാണ്. നമുക്കിവിടുത്തെ ജി തന്നിട്ടുണ്ട്. എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജിയും ജിയും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഒന്നാമത്തെ ചോദ്യത്തിൽ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? അത് mgh ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? h ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്താൽ മതി? ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതിയാവും. സോ നമുക്ക് എടുക്കാം. എന്താണ്? നമുക്ക് എമ്മിനെയും ജിനെയും ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഉണ്ട്. അപ്പോൾ എന്താ? ഡിവിഷൻ ആവും അല്ലേ? അതായത് പൊട്ടൻഷ്യൽ എനർജി ബൈ എന്താണ്? എം ജി ആണ് എന്തെന്ന് പറയുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്കത് അപ്പുറത്തോട്ട് ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. ദാറ്റ് ഈസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം എന്തുവാണ്? ഹൈറ്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഹൈറ്റ് എത്രയാണെന്ന് എഴുതാം. നമുക്ക് ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അത് പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ എം ജി ആണ്. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം 98 ആണ്. മാസ് നമുക്കറിയാം 0.5 ആണ് അല്ലേ? അത് നമ്മളിവിടെ എഴുതിയില്ല അല്ലേ? മാസ് തന്നിട്ടുള്ള കാര്യം. മാസ് എത്രയാണ്? 0.5 ആണ്. അതിന് ഞാൻ സിമ്പിളായിട്ട് എന്തെന്ന് എഴുതുന്നു? 5/10 കിലോഗ്രാം എന്ന് എഴുതുന്നു. തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കിവിടെ ഉത്തരം വരും 5/10 എന്ന് വരും. ഓക്കെ, ബൈ എന്താണ്? 5/10 ഇൻറ്റു എന്താണ്? 9.8. ഡെസിമൽ മാറ്റാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ 10 മുകളിൽ പോകും. അപ്പോൾ 98 × 10 ഡിവൈഡഡ് ബൈ 5 × 9.8 എന്ന് വരും. 9.8 എന്ന് വരും. അപ്പോൾ അതിൽ നമുക്ക് ഹൈറ്റ് എത്ര കിട്ടും? 98/9.8 10 വരും. 10 × 10 100 വരും അല്ലേ? 100/5 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 20 മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 20 മീറ്റർ ആണ് ഉയരം. അപ്പോൾ ഈ പറയുന്ന ബോൾ ഇരിക്കുന്നത് 20 മീറ്റർ ഉയരത്തിലാണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. അപ്പോൾ ബി ചോദിക്കുന്നത്, വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോൾ ജസ്റ്റ് ബിഫോർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് ഇഫ് ഇറ്റ് ഈസ് അലൗഡ് ടു ഫോൾ ഫ്രീലി? അതായത് ഈ ബോൾ ഞാൻ അവിടെ നിന്ന് താഴേക്ക് എടുത്ത് അങ്ങ് ഇടുകയാണ്. ഈ ബോൾ ഞാൻ എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് താഴേക്ക് എടുത്ത് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോളിനെ താഴേക്ക് എടുത്തിട്ടു. അതായത് ഇവിടെ ഇരുന്ന ബോളിനെ ഉരുട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് ഇട്ടു. ഫ്രീ ഫോൾ ആണ്. അങ്ങനെയാണെങ്കിൽ തറയിലെത്തുന്നതിന് തൊട്ട് മുന്നേ ഈ പറയുന്ന ബോളിൽ എത്ര കൈനറ്റിക് എനർജി ഉണ്ടാവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കൈനറ്റിക് എനർജിയാണ്. നമുക്കറിയാം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാണ്? അത് ½ mv² അല്ല? എന്താണത്? ½ mv² ആണ്. എം നമുക്കറിയാം എത്രയാണത്? അത് 5/10 കിലോഗ്രാം ആണ്. പക്ഷെ നമുക്ക് വെലോസിറ്റി അറിയില്ല. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? v² = u² + 2as ആണെന്ത്? നമ്മുടെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ബോള് മുകളിലാണ് ഇരുന്നത്. മുകളിൽ ഇരുന്നപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഇരുന്ന സമയത്ത് അതിന് ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ പണ്ടത്തെ ക്വസ്റ്റ്യൻസിൽ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോൾ ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ വെലോസിറ്റി എത്രയായിട്ട് എടുക്കും? 0 ആയിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 + 2 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആയിരിക്കും, ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ആയിരിക്കും. നമ്മൾ അത് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചേക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം കിട്ടും. v² എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 × 9.8 × 20 കിട്ടും. ഏതാണ്ട് നമുക്ക് എത്ര കിട്ടും? v² എന്ന് പറയുന്നത് ഒരു 390 അടുപ്പിച്ച് കിട്ടും അല്ലേ? 2 × 4 40. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? 40നെ മൾട്ടിപ്ലൈ ചെയ്യാണ് എത്ര കൊണ്ട്? 9.8 കൊണ്ട്. 392 എന്ന് കിട്ടും. പക്ഷേ 392 ആണെന്ത്? മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ വെലോസിറ്റിയുടെ റൂട്ടൊക്കെ എടുക്കാൻ നിൽക്കണോ? വേണ്ട. കാരണം നമുക്കിവിടെ വി സ്ക്വയർ മതി. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാൻ പോവുകയാണ്? കൈനറ്റിക് എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസ് എത്രയാണ്? 5/10 ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ എത്രയാണ്? 392. അപ്പോൾ 5 ഇൻറ്റു 392/20 നമ്മുടെ കൈനറ്റിക് എനർജി. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 392 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 98 എന്ന് കിട്ടും. എത്ര കിട്ടും? 98 ജൂൾ എന്ന് കിട്ടും. എത്ര കിട്ടും? 98 ജൂൾ. അപ്പോൾ നമ്മൾ നോക്കി ഇവിടെ എന്താ സംഭവിച്ചേ? ബോള് മുകളിൽ ഇരുന്നപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 98 ജൂൾ. അത് പതുക്കെ താഴെ എത്തി തറയിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് നോക്കിയപ്പോൾ കൈനറ്റിക് എനർജി എത്ര? 98 ജൂൾ. അപ്പോൾ എന്താ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? മുകളിലിരുന്നപ്പോൾ പൊട്ടൻഷ്യൽ എനർജി താഴെ എത്തുമ്പോഴത്തേക്കും കുറയും. കാരണം ആലോചിച്ച് നോക്കിയേ, ഈ ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദി ഗ്രൗണ്ട് നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് പൊട്ടൻഷ്യൽ എനർജി ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഫോർമുല എന്താണ്? mgh ആണല്ലേ. പക്ഷേ ഹൈറ്റ് എന്ന് പറയുന്നത് നോക്കിയാൽ തറയിലെത്തുന്നതിന് തൊട്ട് മുമ്പ് ഹൈറ്റ് ഏതാണ്ട് 0 നമുക്ക് എടുത്തൂടെ? അപ്പോൾ ഈ ഫുൾ ടൈം എന്തായിട്ട് മാറും? 0 മാറും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലായി? ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. അങ്ങനെ ഏറ്റവും മുകളിലായിരുന്നപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാത്രം, താഴെ എത്തുന്നതിന് തൊട്ട് മുമ്പ് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി 0. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്, എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ. എനർജി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതായത് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബലൂണ് നമ്മൾ ഇതുപോലത്തെ ഒരു അറേഞ്ച്മെൻറ്റിൽ വെച്ചേക്കുകയാണ്. അതായത് ബലൂൺ നമ്മൾ ഊതി നിറച്ചു. അപ്പോൾ നമുക്കറിയാം ബലൂൺ ഊതി നിറയ്ക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന എനർജി എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്നാൽ ഇങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഈ കൈ എടുക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്കറിയാം മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിലുള്ള എനർജി എന്താണ്? കൈനറ്റിക് എനർജിയാണ്. എത്ര സമയം വരെ ഇത് മൂവ് ചെയ്യുന്ന? ഈ അകത്ത് നമ്മൾ നിറച്ച ബലൂണിലുള്ള കാറ്റ് മൊത്തം പുറത്ത് പോകുന്നത് വരെ ഇത് മൂവ് ചെയ്യും. പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി 0. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്? പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ആണോ അല്ലേ? സോ ഇവിടെ നമുക്ക് എനർജിയുടെ എന്ത് നടക്കുകയാണ്? കൺവേർഷൻ നടക്കുകയാണ് അല്ലേ? എനർജിയുടെ എന്ത് നടക്കുകയാണ്? കൺവേർഷൻ നടക്കുകയാണ്. അതായത് നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഹിയർ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബലൂൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ഓഫ് ദ ടോയ് കാർ. അപ്പോൾ എനർജി എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എനർജിയുടെ കൺവേർഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അതായത് എനർജിയെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ മെക്കാനിക്കൽ എനർജി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രെയിന് കാണാൻ പറ്റുന്നുണ്ട്. ഈ ക്രെയിനിൽ ഇത് പൈലിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. നിങ്ങൾ വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ മോഹൻലാലിൻ്റെ സിനിമയാണ്. അതിൽ ഈ പറയുന്ന കോളനിക്ക് അടുത്തായിട്ട് പൈലിംഗ് നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലുള്ള പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതിങ്ങനെ ഒരു വെയിറ്റ് ഉള്ളൊരു സാധനമുണ്ട്. ഇതെന്ത് ചെയ്യും? ഇവിടെ തറയിൽ ഇങ്ങനെ ഒരു പൈപ്പ് പോലത്തെ സംഭവം ഉണ്ടാകും. ഇതിലോട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും. ട്രെയിൻ മുകളിലോട്ട് വലിച്ചിട്ട് അങ്ങ് പെട്ടെന്ന് വിടും. അപ്പോൾ എന്ത് ചെയ്യും? സ്പീഡിൽ വന്ന് ഇവിടെ ഇടിക്കുമ്പോൾ എന്ത് പറ്റും? ഇത് താഴോട്ട് ഇറങ്ങിപ്പോകും. മണ്ണിനെ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പൈലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൈലിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? എനർജിയെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ കണ്ടു ഈ കാര്യം. അതാ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. എന്താ? തുടക്കത്തിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി പിന്നീട് എന്തായിട്ട് മാറുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. എന്നാലും നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ പറയുന്ന വന്ന് ഇടിക്കുന്ന സാധനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണത്? അത് 1000 കിലോഗ്രാം ആണ്. ഇതിരിക്കുന്നത് 10 മീറ്റർ ഉയരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മാസ് ഓഫ് ദ ഹാമർ 1000, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8, അതിരിക്കുന്ന ഉയരം 10 മീറ്റർ ആണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh. അപ്പോൾ എത്രയാണ്? 1000 ഇൻറ്റു ജി എത്ര? 9.8 ഇൻറ്റു ഹൈറ്റ് എത്ര? 10. ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9812340 ജൂൾ എന്ന് കിട്ടും. എപ്പോൾ? ഈ പറയുന്ന സാധനം ഈ മുകളിലിരിക്കുമ്പോൾ. അടുത്ത കണ്ടീഷൻ പറയുകയാണ്, ഇത് വന്ന് ഇടിക്കുകയാണ്. ഓക്കെ, ഇതെന്ത് ചെയ്യാണ്? ഇത് താഴേക്ക് വന്ന് ഇടിക്കുകയാണ്. അപ്പോൾ ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് ദ ഹാമർ ഹാസ് നോ കൈനറ്റിക് എനർജി അത് ഇനീഷ്യൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിൽ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? mv² ഹാഫാണ്.
പക്ഷെ നമുക്കറിയാം അത് മുകളിൽ തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി എന്താണ്? 0 അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്തായിരിക്കും? 9840 പ്ലസ് എന്താണ്? 0. അതായത് മൊത്തം എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9840 ജൂളായിരിക്കും. എപ്പോൾ? ആദ്യം മുകളിൽ നിൽക്കുമ്പോൾ. പക്ഷേ അടുത്ത് പറയുന്നത് വെൻ ദ ഹാമർ സ്ട്രൈക്സ് ദ പൈൽ, അല്ലെ, അത് വന്ന് താഴെ വന്ന് ഇടിക്കുകയാണ്, പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാൻ പോവുകയാണ് ഈ പറയുന്ന പൈല് താഴെ വന്ന് ഗ്രൗണ്ടിന് തൊട്ട് മുമ്പായിട്ട് ഇടിക്കുകയാണ് ഒരു നിശ്ചിത വെലോസിറ്റിയിൽ. അങ്ങനെയാണ് അവിടുത്തെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാണ്? 12mv² ആണ്. പക്ഷെ നമ്മളിൽ എന്തില്ല? വെലോസിറ്റി ഇല്ല. അപ്പോൾ വെലോസിറ്റി നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യം പോലെ എന്ത് ചെയ്യണം? u² + 2as വെച്ച് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. v² = u² എപ്പോഴും 0 ആയിരിക്കും, പ്ലസ് എന്താണ്? 2 × 9.8 × 10 അല്ലേ. അപ്പോൾ നമുക്ക് v² എത്ര കിട്ടും? 196 m/s എന്ന് കിട്ടും. ഈ v² എടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇത് ഇക്വേഷന് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി എത്ര? 196 m/s ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 12mv², അതായത് 12 മാസ് അറിയാമല്ലേ നമുക്ക് എത്രയാണ്? 1000 ആണ്, ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 196 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? അതും എത്ര തന്നെ കിട്ടി? 98123401 കിട്ടി. എത്ര കിട്ടി? 984001 കിട്ടി. അത്രയും ജൂളാണ് എന്ത്? അവിടുത്തെ കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മൾ അവിടുത്തെ ടോട്ടൽ എനർജി ഒന്ന് കണ്ടുപിടിച്ച് നോക്കി എത്രയായിരിക്കും? നമുക്ക് അപ്പോൾ ടോട്ടൽ എനർജി കണ്ടുപിടിക്കുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അറിയണം. അല്ലാതെ എത്രയാണ്? അത് mgh ആണ്. പക്ഷേ ഇവിടെ ഗ്രൗണ്ടിന് തൊട്ട് മുമ്പാണ് ആ പറയുന്ന പൈൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് നമുക്ക് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ എന്താണ്? ഹൈറ്റ് 0 ആയിട്ട് എടുത്താൽ ഈ ഉത്തരം എന്താവും? 0 ആവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി എത്ര? 980000 ജൂൾ. ഒരു 0 കൂടിപ്പോയി അല്ലേ? ഒരു 0 കൂടിപ്പോയി. ഓക്കെ, 9800 ജൂൾ. അവിടെ 4 0 ഇട്ടാ ഞാൻ. ഒരു സെക്കൻഡ്. ഇവിടെ 1 2 ഇവിടെ 3 0 മതി. 9 പോയിന്റ് മാറിയല്ലേ? സോറി, ഇവിടെ ഒരു 0 വേണ്ട കേട്ടോ, ഒരു 0 വേണ്ട. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 9 പോയിന്റ് ഡെസിമൽ കിടക്കുകയല്ലേ, 0.8 കിടക്കുകയല്ലേ, ഞാൻ ആ പോയിന്റിനെ കൂട്ടാതെയാണ് 0 എണ്ണിയത്, അതാണ് പറ്റിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 0 ജൂളെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഉത്തരം എത്ര തന്നെ കിട്ടി? സോ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ എനർജി എന്ത് ചെയ്യാണ്? കമ്പയറിംഗ് ദ ടോട്ടൽ എനർജി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കമ്പയറിംഗ് ദ ടോട്ടൽ എനർജി what conclusion can we draw from comparing the total energy? എന്തായിരിക്കും? One form of energy can be converted into another form without losing energy. ഒരു ഫോം എനർജി മറ്റൊന്നിലോട്ട് പോകും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്, നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല, നോർ ഡിസ്ട്രോയിഡ്, നശിപ്പിക്കാനും പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോം ഓഫ് എനർജി വിത്തൗട്ട് ലൂസിങ് ഓർ ഗെയിനിങ് എനർജി. ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ എനർജി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല, പക്ഷേ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. വർക്കും എനർജിയും സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഈ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഇത് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ എന്താണ് ലോ പറയുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ബട്ട് വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ദ അതർ ഫോം ഓഫ് എനർജി വിത്തൗട്ട് ദ ലോസ് ഓർ ഗെയിൻ ഓഫ് എനർജി, ആൻഡ് ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ലോകത്ത് നടക്കുന്നത് ഇത് തന്നെയാണ് അല്ലേ? സൂര്യനാണ് നമ്മുടെ എനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ സൂര്യനാണ്. സൂര്യനിൽ നിന്നും ഫോട്ടോസിന്തസിസ് വഴി എന്ത് ചെയ്യുന്നു? ചെടികൾക്കത് കിട്ടുന്നു. അതെന്ത് കിട്ടുന്നു? അത് മനുഷ്യർ നമ്മൾ ചെടികൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു, മൃഗങ്ങളത് ഭക്ഷിക്കുമ്പോൾ മൃഗങ്ങൾക്ക് കിട്ടുന്നു. ഈ പറയുന്ന സാധനം ഡീകമ്പോസ് ചെയ്യുമ്പോൾ അത് ഫ്യൂവലായിട്ട് മാറുന്നു. മൃഗങ്ങളും ചെടികളും ഡീകമ്പോസ് ചെയ്ത് ഫ്യൂവലായിട്ട് മാറുന്നു. ഫ്യൂവൽ ഉപയോഗിച്ച് വണ്ടികൾ പ്രവർത്തിക്കുന്നു. എനർജി സോളാറിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇലക്ട്രിക് എനർജി മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ് നമ്മൾ എന്ത് പഠിക്കും? പവർ എന്താണെന്നുള്ള കാര്യം പഠിക്കും. അതുപോലെ ഈ ഭാഗങ്ങളും നോക്കും. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.